പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പുതിയ മാസത്തിൽ ജൂൺ മാസം 2-ാം തീയതി ഈ തിങ്കളാഴ്ചയിൽ പ്രഭാത മന്നയുമായിട്ട് നിങ്ങടക്കിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരവസരം കൂടി നൽകിയ അവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത മന്നയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം മത്തായി 7-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യമാണ്. അതിപ്രകാരം വായിക്കുന്നു: മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ഇതിൻ്റെ തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് പള്ളിയിൽ മാത്രമല്ല, ഇടപാടുകളിലും ശരിയായിരിക്കണം. പള്ളിയിൽ മാത്രമല്ല, ഇടപാടുകളിലും ശരിയായിരിക്കണം. അത് തലക്കെട്ടിൽ പോലെ നമ്മൾ കേട്ടതുപോലെ പള്ളിയിൽ വരുമ്പോൾ നമ്മൾ ഭക്തരാണ്. എന്നാൽ പള്ളിക്ക് വെളിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഭക്തി ആ പൊയ്മുഖം നമ്മളിൽ ആർക്കും ഉണ്ടാകുവാൻ ഇടയാകരുത്. കാരണം ഇരു മനസ്സുള്ളവരെ ദൈവം വെറുക്കുന്നു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ പള്ളി വരുമ്പോൾ ഒരു മുഖം, പള്ളിയിൽ നിന്നും പോകുമ്പോൾ വേറൊരു മുഖം. ഇങ്ങനെ ഒരിക്കലും ആകുവാൻ പാടില്ല. നമുക്കെപ്പോഴും സത്യസന്ധതയായിരിക്കണം. ദൈവത്തെ, അതായത് സത്യദൈവത്തെ നാം ആത്മാർത്ഥമായിട്ടും സേവിക്കുന്നുവെങ്കിൽ, സത്യ ദൈവത്തെ അറിഞ്ഞ് ആ സത്യ ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം യഥാർത്ഥമായിട്ടും പാലിക്കുന്നുവെങ്കിൽ നമ്മളിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നത് നാം സത്യസന്ധത ഉള്ളവർ ആയിരിക്കണം എന്നാണ്. അതെ, സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവർ ആയിരിക്കണം നമ്മൾ. എങ്കിൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ളൊരു ക്രിസ്തീയ ജീവിതം അഥവാ സ്തോത്രം ഭക്തനായി ആത്മീയ മനുഷ്യനായി പുതിയ വ്യക്തിയായിട്ട് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നത് സത്യസന്ധത നാം പാലിക്കണം. എത്ര പേര് ഇന്ന് അതേ സ്തോത്രം ദൈവത്തെ സത്യസന്ധമായിട്ടും സേവിക്കുന്നുണ്ട്? നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ മതി. ഇതുപോലെ പ്രസംഗങ്ങളൊക്കെയും നാം ഇഷ്ടം പോലെ കേൾക്കുന്നവരാണ്. സ്തോത്രം. പക്ഷെങ്കിൽ പ്രസംഗങ്ങൾ കേട്ടത് കൊണ്ട് ആയില്ല. നാം കേൾക്കുന്ന പ്രസംഗങ്ങൾ നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി തീരുവാൻ ഇടയാകണം. സ്തോത്രം. റോമാലേഖനം അതിൻ്റെ 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം: അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. അതെ, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ നാം ആരോടൊന്നും കടപ്പെട്ട് ഇരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. ആ ദൈവിക സ്വഭാവമാണ് സ്നേഹം. ആ സ്നേഹത്തിൽ നാം വസിക്കണം എന്നാണ് ദൈവം നമ്മെ എല്ലാവരെയും കുറിച്ച് ആഗ്രഹിക്കുന്ന. സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഈ സത്യ ദൈവത്തിൻ്റെ അഥവാ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ഈ കൃപയിലേക്ക്, ഈ സത്യമാർഗത്തിലേക്ക്, ഈ സ്നേഹത്തിലേക്ക് കടന്ന് വന്നിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം
നിങ്ങൾ തീരുമാനമെടുക്കുക. നമ്മെ നിർമ്മിച്ച, നമ്മളെ സൃഷ്ടാവായ, നാം ആരാധിക്കേണ്ട, നാം മഹത്വം കൊടുക്കേണ്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ആ കർത്താവിനെ യഥാർത്ഥമായിട്ടും സേവിക്കുവാൻ, ആ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ, നമ്മുടെ ഹൃദയത്തെ കൊടുക്കുവാൻ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം എടുക്കുക. ഈ ലോകത്തിനുള്ള ജീവിതം ക്ഷണികമാണ്. വചനം പറയുന്നു, ലോകവും അതിൻ്റെ എല്ലാ മോഹങ്ങളും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. സ്തോത്രം. അപ്പോൾ നാം അന്യോന്യം സ്നേഹിക്കുവാൻ കടപ്പെട്ടവര് ആയിരിക്കുന്നു. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹം അതേ കളങ്കമില്ലാത്ത സ്നേഹം ആയിരിക്കണം എന്ന്. വീണ്ടും മീക 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നുണ്ട്. മീക 6:8. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ച് തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അതെ, ഈ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സത്യദൈവത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ മുമ്പാകെ നാം താഴ്മ ഉള്ളവര് ആയിരിക്കണം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകുന്നു. അങ്ങനെയെങ്കിൽ താഴ്മയോടെ വിനയത്തോടെ ദൈവത്തിന് മുമ്പാകെ ആയിരിക്കണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. വചനം പറയുന്നുണ്ട്, നന്മ ചെയ്യുവാൻ അവസരം ലഭിക്കുമ്പോൾ അത് യോഗ്യന്മാർക്ക് ചെയ്യാതെ ഇരിക്കുന്നത് പാപമാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നന്മ ചെയ്യുവാൻ നമുക്ക് അവസരങ്ങൾ ദൈവം നൽകുമ്പോൾ നാം ബാക്കിയുള്ളവർക്ക് കൂടി നന്മ ചെയ്യുവാൻ ഇടയാകണം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നത്, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴി കാക്കുവിൻ, അനാഥന് ന്യായം നടത്തി കൊടുപ്പിൻ, വിധവയ്ക്ക് വേണ്ടി വിവാഹിപ്പിൻ. അതെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നാം പരസ്പരം നന്മ ചെയ്യുവാൻ, പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുവാൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ വെളിച്ചം പ്രഭാതം പോലെ അത് സ്തോത്രം ശോഭിക്കുവാൻ ഇടയായിത്തീരും. സർവശക്തനായ ദൈവം അതിനായിട്ട് ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കേൾവിക്കാരായ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കൂടാനൊക്കെയും നിങ്ങളെ സഹായിക്കണം. പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം സഹായിക്കുവാൻ, പരസ്പരം നന്മ ചെയ്യുവാൻ ഉള്ള കൃപ, ആ മനസ്സ് കേൾവിക്കാരായ ഏവർക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുമുമ്പാകെ എല്ലാവരെയും താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഒരു നല്ല ദിവസം നേരുന്നു. ആമേൻ.